ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗപ്പി വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മളിൽ പലരും ഷോപ്പുകളിൽ നിന്നും ഫാമുകളിൽ നിന്നും ഗപ്പികളൊക്കെ കൊണ്ടുവന്നിട്ട് പുതിയ ടാങ്കിലേക്ക് മാറ്റും. പക്ഷേ 1-2 ദിവസം കൊണ്ട് അതിനായി ചത്തുപോകുന്നതും കാണാം. ചിലർക്ക് അറിയാവുന്നതും ചിലർക്ക് അറിയാത്തതുമായ കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. പുതിയ ഗപ്പികളെ നമ്മൾ കൊണ്ടുവന്ന് ടാങ്കിലേക്ക് മാറ്റുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കലും ക്ലോറിൻ കണ്ടൻറ്റുള്ള വെള്ളം നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ കൊണ്ടുവന്ന ഉടൻ തന്നെ ടാങ്കിലേക്ക് മാറ്റാതെ മീൻ ഇരിക്കുന്ന കണ്ടെയ്നറിലെ വെള്ളവും പിന്നെ അതുപോലെ തന്നെ മീൻ കൊണ്ടുവന്ന കവറിലുള്ള വെള്ളവും തമ്മിൽ ഒരേ ടെമ്പറേച്ചർ ആവാൻ വേണ്ടിയിട്ട് ആ കൊണ്ടുവന്ന കവറ് ഏത് ടാങ്കിലേക്കാണോ നിക്ഷേപിക്കാൻ പോകുന്നത് ആ ടാങ്കിൻ്റെ മുകളിലായിട്ട് ഫ്ലോട്ട് ചെയ്യാൻ വെക്കുക. അങ്ങനെ ഫ്ലോട്ട് ചെയ്യാൻ വച്ചതിന് ശേഷം കുറച്ചധികം സമയം തന്നെ വെക്കുന്നതാണ് നല്ലത്. അങ്ങനെ വച്ചതിന് ശേഷം സാവധാനം മാത്രം പുതിയ ടാങ്കിലേക്ക് മീനുകളെ തുറന്നു വിടുക. അതിപ്പോൾ ഗപ്പിയെന്നല്ല, മിക്ക മീനുകളെയും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം വരികയാണെങ്കിൽ ഫിഷുകൾ ചത്തുപോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ആഡ് ചെയ്യാൻ പോകുന്ന ടാങ്കിൽ കല്ലുപ്പ് ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ഗപ്പികളെ നല്ല ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും നിലനിർത്താൻ സഹായിക്കും. നമ്മുടെ ഗപ്പി ടാങ്കിൽ ഒരുപാട് ഗപ്പികൾ നമ്മൾ ഒരുമിച്ച് ഇടാതിരിക്കുക. അതായത് 2 പെൺഗപ്പികൾക്ക് 1 ആൺഗപ്പി എന്ന റേഷ്യോയിൽ നമ്മൾ ഗപ്പികളെ വളർത്തുക. ഗപ്പി ടാങ്ക് നമ്മൾ പുറത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ മഴവെള്ളം വീഴാതെ സൂക്ഷിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ പാടത്തും തൊടിയിലൊക്കെയുള്ള മീനുകൾ എങ്ങനെയാണ് ഈ മഴയും കാര്യങ്ങളൊക്കെ കൊള്ളുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ അങ്ങനെയുള്ളൊരു ആവാസ വ്യവസ്ഥയിലല്ല നമ്മുടെ മീൻ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി മഴവെള്ളം കാര്യങ്ങളൊന്നും വേറൊരു രീതിയിലും ഒന്നും വീഴാതെ സൂക്ഷിക്കണം. ഇനി പറയാൻ പോകുന്നത് ഗപ്പി ടാങ്കിൽ നല്ല പ്ലാന്റ്സ് വെക്കുന്ന പോലെ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റുകളെ പറ്റിയിട്ടാണ്. ഇങ്ങനെ പ്ലാന്റ്സുകൾ വെക്കുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു നാച്ചുറലായിട്ടുള്ള ഹാബിറ്റാറ്റ് ഗപ്പികൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ വാട്ടർ ക്വാളിറ്റി നല്ല രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ് ആയിട്ട് കിട്ടും. പിന്നെ ഇങ്ങനെ പ്ലാന്റ്സ് വയ്ക്കുന്ന പോലെ നമുക്ക് ബ്രീഡിങ് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഗപ്പി പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഗപ്പി അതിൻ്റെ കുഞ്ഞുങ്ങളെ തിന്നാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ പ്ലാന്റ്സ് വയ്ക്കുന്നത് മൂലം കുഞ്ഞുങ്ങൾക്ക് ഹൈഡ് ചെയ്ത് നിൽക്കാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് കുറേ കുഞ്ഞുങ്ങളെ ഇതിൽ നിന്ന് സേവ് ചെയ്യാനും കഴിയും. പ്രധാനമായിട്ടും ഗപ്പികൾ ചാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മോശം വാട്ടർ ക്വാളിറ്റി തന്നെയാണ്. അധികം തണുപ്പ്, അധികം ചൂട് എന്നിവയൊക്കെ ഗപ്പികൾ ചാവാനുള്ള കാരണങ്ങളാണ്. പിന്നെ ആവശ്യത്തിനുള്ള സ്പേസും വാട്ടർ വോളിയും ടാങ്കിൽ ഉണ്ടാവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എന്ത് ഫുഡ് നമ്മൾ ടാങ്കിലേക്ക് ഇടുമ്പോഴും ശ്രദ്ധിക്കുക. മൊയിന ഈസ്റ്റിലാണ് കൾച്ചർ ചെയ്യുന്നതെങ്കിൽ നല്ലവണ്ണം കഴുകിയതിന് ശേഷം മാത്രം നമ്മൾ ഫീഡ് ചെയ്യാനായിട്ട് കൊടുക്കുക. എല്ലാ അക്വാട്ടിക് അനിമൽസും അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യും. ഇത് ടാങ്കിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ ഫിഷിന് വളരെ ദോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ആഴ്ചയിലും ടാങ്കിലെ വെള്ളം മാറ്റാനും ക്ലീൻ ചെയ്യാനും നമ്മൾ മറക്കരുത്. വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ടാങ്കിലെ വെള്ളം പൂർണ്ണമായിട്ടും മാറ്റരുത്. അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാൻ നേരം നമ്മൾ മീനുകളെ വേറൊരു ടാങ്കിലേക്ക് മാറ്റുന്ന പ്രവണത ഒഴിവാക്കുക. ഗപ്പികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ദിവസത്തിൽ 1-2 തവണ ചെറിയ അളവിൽ മാത്രം കൊടുക്കുക. അതിന് കറക്റ്റ് ടൈം സെറ്റ് ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ്. ഓവർ ഫീഡ് ചെയ്യരുത്. ഇത് ഗപ്പികളിൽ കറക്റ്റായിട്ടുള്ള ദഹനം നടക്കാതിരിക്കുകയും ഗപ്പികൾ ചത്തു പോകാനായിട്ടുള്ള കാരണമാവുകയും ചെയ്യും. ഗപ്പികളെ വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഗപ്പികളെ തന്നെ നോക്കി വാങ്ങുക. നല്ലൊരു ബ്രീഡർ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നല്ല ഫാമിൽ നിന്നോ ഗപ്പികളെ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല പ്രോട്ടീൻ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഗപ്പികൾക്ക് ലൈവ് ഫുഡ്സ് കൊടുക്കാറുണ്ട്. പക്ഷേ അതിൽ കുറച്ച് വൈറ്റൽ ന്യൂട്രിയൻസിൻ്റെ കുറവുണ്ടാവും. അപ്പോൾ നമ്മൾ ഡ്രൈ ഫുഡും ലൈവ് ഫുഡും മാറി മാറി കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഒരിക്കലും ഗപ്പികൾക്ക് ഓവർ കെയറിങ് കൊടുക്കാതിരിക്കുക. ടാങ്കിൽ അനാവശ്യമായിട്ടുള്ള ഡെക്കറേഷൻസ് ചെയ്യാതിരിക്കുക. ലൈറ്റ് പിടിപ്പിക്കുക, പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ കല്ലുകൾ വെച്ച് സ്ഥാപിക്കുക. അങ്ങനെയുള്ള പരിപാടിയൊന്നും ഗപ്പികൾക്ക് ആവശ്യമില്ല. കാരണം ഗപ്പികൾക്ക് ഇതൊക്കെ സ്ട്രെസ് ഉണ്ടാക്കും. സ്ട്രെസ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഗപ്പികൾ പെട്ടെന്ന് ചത്തുപോകാനുള്ള കാരണമാവും. പിന്നെ അതുപോലെ തന്നെ ഗപ്പികൾ സ്ട്രെസ്ഡ് ആണോ എന്ന് നോക്കുക. ഗപ്പികൾ സ്ട്രെസ്ഡ് ആണെങ്കിൽ പ്ലാന്റ്സിൻ്റെ അടിയിലൊക്കെ പോയി ഹൈഡ് ചെയ്ത് നിൽക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ദിവസവും ഗപ്പികൾക്ക് വേണ്ടിയിട്ട് 1-2 മണിക്കൂർ നമ്മൾ മാറ്റി വയ്ക്കുക. അവയെ നല്ല രീതിയിൽ പരിപാലിക്കാൻ നോക്കുക. പിന്നെ നല്ല ഫുഡുകൾ മാത്രം കൊടുക്കുക. ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്ന തരിതരി പോലെയുള്ള 10 രൂപയുടെയും 20 രൂപയുടെ ഫുഡുകളൊന്നും മേടിച്ച് കൊടുത്തിട്ട് നമ്മൾ ഗപ്പികളെ കൊല്ലാതിരിക്കുക. അവയ്ക്ക് നല്ല പ്രീമിയം ഫുഡ്സ് കൊടുക്കാൻ നോക്കുക. ഇനി നിങ്ങൾക്ക് പ്രീമിയം ഫുഡ്സ് കൊടുക്കാൻ പറ്റില്ല, നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കൊതുകിൻ്റെ ലാർവ അല്ലെങ്കിൽ കൂത്താടി എന്ന് പറയും, അത് കൊടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ മൊയിന നമുക്ക് ഷോപ്പുകളിൽ നിന്ന് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഫാമുകളിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആണ്. അവിടെ നിന്ന് മേടിച്ചിട്ട് സാമ്പിൾ മേടിച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കൾച്ചർ ചെയ്തിട്ട് അത് കൊടുക്കാൻ നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ ഇൻഫർമേഷൻസും കാര്യങ്ങളായിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരെയും ബൈ ഗായ്സ്.